ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന T20 വേൾഡ് കപ്പ് 2026 ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അഞ്ച് ടീമുകളെയാണ് ടോപ്പ് 5 ടീമുകളെയാണ് കപ്പ് വെക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടീം എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനത്ത് നിന്ന് പറയാം. അഞ്ചാമത്തെ ടീം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഏഷ്യൻ രാജ്യമാണ്. അതുപോലെ പാകിസ്ഥാനോട് സമാന്തരമായ പിച്ചാണ്. അതുപോലെ അവരുടെ ടോപ്പിലെ 4 ബാറ്റ്സ്മാൻമാർ മികച്ച ഫോമിലാണ്. പിന്നെ കൂടാതെ തന്നെ അവരുടെ ബോളിംഗ് ഷൈഖ് അഫ്രീദി ഒക്കെ മികച്ച ഫാസ്റ്റ് ബോളറാണ്. കളി വഴിത്തിരിവുണ്ടാക്കാൻ പറ്റുന്ന. പിന്നെ അഫ്രീദി അത്യാവശ്യം ബാറ്റിങ് ചെയ്യും. അപ്പം ഈ വാലറ്റത്തിൻ്റെ ഇല്ലായ്മയാണ് പാകിസ്ഥാന് പല കളിയിലും മെയിനായിട്ടുള്ളത്. ഒരു 5ാം നമ്പർ കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്ന ബാറ്റ്സ്മാൻമാരാരുമില്ല. അവിടെ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റിയ പാകിസ്ഥാന്. പിന്നെ 4ാം നമ്പർ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ബാസ്ബോൾ പെട്ടെന്ന് സ്കോർ അടിച്ചു കയറ്റാനും ഒപ്പം തന്നെ വിക്കറ്റ് എടുക്കാനും മിടുക്കന്മാരായ ബാറ്റർ ഓൾറൗണ്ടർമാരുടെ ഒരു സംഗമമാണ് ഇംഗ്ലണ്ട് ടീം എന്ന് പറയുന്നത്. പിന്നെ 3ാം സ്ഥാനം ഞാൻ കൽപ്പിക്കുന്നത് ശ്രീലങ്കയ്ക്കാണ്. ശ്രീലങ്കനെ T20 അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. അവരുടെ ഹസങ്കയ്ക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയ അത് മാത്രമേ ഉള്ളൂ മൈനസ് പോയിന്റ് എന്ന് പറയാം. പിന്നെ ഞാൻ 2ാം സ്ഥാനം കൽപ്പിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനാണ്. T20 അവരെ എഴുതി കളയാൻ പറ്റില്ല. കാരണം T20 അവർ ആരും അട്ടിമറിക്കാവുന്ന ഒരു ടീമായി മാറാൻ സാധ്യതയുണ്ട്. സെമി വരെ ഉറപ്പാണ് വെസ്റ്റ് ഇൻഡീസ് എത്തും. പിന്നെ 1ാം സ്ഥാനം നമ്മുടെ സ്വന്തം ടീമായ ഇന്ത്യ. അപ്പം പാകിസ്ഥാന് ഞാൻ 10 4 പോയിന്റും 10 4 പോയിന്റ് പാകിസ്ഥാന് കൊടുക്കണം. 10 6 പോയിന്റ് ഇംഗ്ലണ്ടിന് കൊടുക്കണം. 10 8 ശ്രീലങ്കയ്ക്ക്. 10 9 വെസ്റ്റ് ഇൻഡീസ്. 9.2% ഇന്ത്യക്ക് കൊടുക്കണം. കാര്യം 10 കൊടുക്കാതെ തന്നെ പറഞ്ഞ സൂര്യയുടെ ക്യാപ്റ്റൻസിയൊക്കെ മികച്ചതാണ്, ടീമും മികച്ചതാണ്. പക്ഷെ കോച്ച് അത് ഗൗതം ഗംഭീറാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പിച്ച് കൊടുക്കാത്ത. സൂര്യയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചോ ടീമിൻ്റെ ഫോമിനെ കുറിച്ചോ ഇവിടെ ഒരു ചോദ്യമില്ല. ഗൗതം ഗംഭീറാണ് ഇവിടെ കോച്ച്. അതുകൊണ്ട് തന്നെയാണ് 100% ഞാൻ ഉറപ്പിച്ച് പറയാത്ത ഇന്ത്യ കൊണ്ടുപോകും എന്ന്. അപ്പം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളായി വീണ്ടും കാണാൻ നന്ദി, നമസ്കാരം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കാതിരിക്കുക.